ദക്ഷിണാമൂർത്തി സ്തോത്രം. വിശ്വം ദർപ്പണദൃശ്യമാന നഗരീതുല്യം നിജ അന്തർഗതം പശ്യന്യാത്മനിമായ ബഹിരിവോർഭൂതം യഥാ നിദ്രയാ യ സാക്ഷി ഗുരുതേ പ്രബോധസമയേ സ്വാത്മാനമേവാവ്യയം തസ്മൈ ശ്രീഗുരുമൂർത്തേ നമൈദം ശ്രീദക്ഷിണാമൂർത്തേ. ഈ പ്രപഞ്ചം കണ്ണാടിയിൽ കാണുന്ന നഗരത്തെ പോലെ അവനവൻ്റെ ഉള്ളിലാണെങ്കിലും ആത്മാവിൻ്റെ മായയാൽ വെളിയിലെ വസ്തുക്കൾ എന്ന പോലെ കാണപ്പെടുന്നു. ഉറക്കത്തിൽ, സ്വപ്നത്തിൽ എന്ന പോലെ ആത്മസാക്ഷാത്കാര സമയത്തിൽ സാക്ഷിയെപ്പോലെ മാത്രം കാണപ്പെടുന്ന ഈശ്വരനും അവതാരം എന്ന പോലെയുള്ള ഗുരു ശ്രീ ദക്ഷിണാമൂർത്തിക്കും എൻ്റെ പ്രണാമങ്ങൾ. ബീജസ്യന്തരിവാങ്കുരോ ജഗതിദം പ്രാങ് നിർവികൽപം പുനർ മായാകൽപ്പിതദേശകാലകലന വൈചിത്ര്യചിത്രീകൃതം മായാവീവ വിജൃംഭയത്യപി മഹായോഗി വയസ്വേച്ഛയാ തസ്മൈ ശ്രീഗുരുമൂർത്തേ നമൈദം ശ്രീദക്ഷിണാമൂർത്തേ. ബീജത്തിലെ അങ്കുരം പോലെ വികസിക്കാതെയും എന്നാൽ മായാസൃഷ്ടിയാകുന്ന ദേശവും കാലവും ചേർന്ന് വളർത്തി വിപുലീകരിച്ച് സ്വയം സങ്കല്പത്തിലൂടെ ഒരു മഹേന്ദ്രജാലക്കാരനെ പോലെയും ഒരു വലിയ യോഗിയെപ്പോലെയും ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്ന ഈശ്വരനും അവതാരം എന്ന പോലെയുള്ള ഗുരു ശ്രീ ദക്ഷിണമൂർത്തിക്കും എൻ്റെ പ്രണാമങ്ങൾ. യസ്യൈവ സ്ഫുരണം സദാത്മകമസത്കൽപ്പാർത്ഥകം ഭാസത്തെ സാക്ഷാൽ തത്വമസീതി വേദവചസാ യോ ബോധയസ്യ ത്രിതാന യൽ സാക്ഷാത്കരണാത് ഭവേന്ന പുനരാവൃത്തിർഭവംഭോനിധൗ തസ്മൈ ശ്രീഗുരുമൂർത്തേ നമൈദം ശ്രീദക്ഷിണാമൂർത്തേ. യഥാർത്ഥത്തിൽ സത്യമാണെങ്കിലും സാങ്കല്പികമെന്ന പോലെ കാണപ്പെടുന്ന ഈശ്വരൻ തത്വമസി എന്ന വേദവചനം കൊണ്ട് ബോധോദയം തരികയും അതുപോലെ സ്വയം സാക്ഷാത്കരിച്ച് സംസാരചക്രത്തിലേക്ക് തിരിച്ചു വരാതാക്കുകയും ചെയ്യുന്ന ഈശ്വരൻ്റെയും അവതാരം എന്ന പോലെയുള്ള ഗുരു ദക്ഷിണാമൂർത്തിയെയും ഞാൻ നമിക്കുന്നു. നാനാഛിദ്രഘടോദരസ്ഥിതമഹാദീപപ്രഭാഭാസുരം ജ്ഞാനം യസ്യതു ചക്ഷുരാദികരണദ്വാരാ ബഹി സ്പന്ദത്തെ ജ്ഞാനാമീതി തമേവ ഭാന്തമനുപാത്യേതത് സമസ്തം ജഗത് തസ്മൈ ശ്രീഗുരുമൂർത്തേ നമൈദം ശ്രീദക്ഷിണാമൂർത്തേ. പല ദ്വാരങ്ങളുള്ള കുടത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു വലിയ വിളക്കിൻ്റെ വെളിച്ചം പോലെ കണ്ണു മുതലായ ജ്ഞാനേന്ദ്രിയങ്ങൾ വഴി വെളിയിലേക്ക് പ്രവഹിക്കുന്ന ജ്ഞാനമാകുന്ന പ്രകാശത്തിൽ ഈ പ്രപഞ്ചം വസ്തുക്കളെപ്പോലെ പ്രകാശിതമാക്കുന്ന ആ ശക്തിയെയും അതിൻ്റെ പ്രതിപുരുഷനായുള്ള ശ്രീ ദക്ഷിണാമൂർത്തിയെയും ഞാൻ പ്രണമിക്കുന്നു. ദേഹം പ്രാണമപീന്ദ്രിയാണ്യപിചലം ബുദ്ധിം ച ശൂന്യം വിദുഃ സ്ത്രീ ബാലാന്ധ ജഡോപമസ്ത്വഹമിതി പ്രാന്ത്യാപ്സം വാദിന മായാശക്തിവിലാസകൽപ്പിത മഹാവ്യാമോഹസംഹാരിണേ തസ്മൈ ശ്രീഗുരുമൂർത്തേ നമൈദം ശ്രീദക്ഷിണാമൂർത്തേ. മായയുടെ ശക്തിയാൽ താൻ ശരീര പ്രാണാദി ബുദ്ധി ഇന്ദ്രിയങ്ങളാണെന്നും താൻ സ്ത്രീ ബാല അന്ധ വൃദ്ധൻ അങ്ങനെ പലതാണെന്നും വിചാരിക്കുന്നവരെ അത്തരം വിഭ്രാന്തികളിൽ നിന്നും മോചിപ്പിക്കുന്ന അവനെയും അവൻ്റെ പ്രതിപുരുഷനായ ശ്രീ ദക്ഷിണാമൂർത്തിയെയും ഞാൻ നമിക്കുന്നു. രാഹുഗ്രസ്ത ദിവാകരേന്ദു സദൃശോ മായാസമാച്ഛാദനാത് സന്മാത്ര കരണോപസംഹരണതോ യോ ഭൂത് സുഷുപ്ത പുമാന പ്രാഗ് സ്വപ്സമിതി പ്രബോധസമയേ യപ്രത്യഭിജ്ഞായതേ തസ്മൈ ശ്രീഗുരുമൂർത്തേ നമൈദം ശ്രീദക്ഷിണാമൂർത്തേ. ആരാണോ ഗ്രഹണസമയത്തെ സൂര്യൻ അല്ലെങ്കിൽ ചന്ദ്രനെ പോലെ മായയാൽ മൂടപ്പെട്ട സത്യത്തിനെ പോലെ ഉറക്കത്തിലേക്ക് പോകുന്നുവോ, ഉറങ്ങി എണീറ്റ ശേഷം താൻ ഉറങ്ങുകയായിരുന്നു എന്ന് അറിയുന്നുവോ,
അവനും അവൻ്റെ പ്രതിപുരുഷനായ ദക്ഷിണാമൂർത്തിക്കും എൻ്റെ പ്രണാമങ്ങൾ. ബാല്യാദിഷ്വപി ജാഗ്രതാദിഷു തഥാ സർവാസ്വ അവസ്ഥാസ്വപി വ്യാവൃത്താസ്വനുവർത്തമാനമഹമുത്യന്തഃ സ്ഫുരന്തം സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതാം യോ മുദ്രയാ ഭദ്രയാ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയേ. കുട്ടിക്കാലം, യൗവനം തുടങ്ങിയ കാലങ്ങളിലും ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളിലും അങ്ങനെ വന്നുപോകുന്ന എല്ലാ സ്ഥിതിയിലും ഞാൻ ഞാൻ എന്നിങ്ങനെ നിത്യമായിരിക്കുന്ന ശക്തിയെ തൻ്റെ ഭക്തന്മാർക്ക് പ്രകടമാക്കി കൊടുക്കുന്ന ആ പരം ഗുരുവായ ദക്ഷിണാമൂർത്തിയെ ഞാൻ നമിക്കുന്നു. വിശ്വം പശ്യതി കാര്യകാരണതയാ സ്വസ്വാമി സംബന്ധത ശിഷ്യ ആചാര്യതയാ തഥൈവ പിതൃപുത്രാദ്യാത്മനം ഭേദത. സ്വപ്നേ ജാഗ്രതി വാ യ ഏവ പുരുഷോ മായാ പരിഭ്രാമിതസ് തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയേ. മായയാൽ കബളിപ്പിക്കപ്പെട്ട് ഈ പ്രപഞ്ചത്തിലെ കാര്യകാരണം എന്ന രീതിയിൽ മാതാപിതാക്കൾ, മക്കൾ, ഭൂസ്വത്ത് ഉടമ, ഗുരു, ശിഷ്യൻ, ജാഗ്രത്, സ്വപ്നാവസ്ഥ എന്നിങ്ങനെ പലതരത്തിൽ കാണുന്നുവോ അവർക്ക് നിജസ്ഥിതി കാണിച്ചു കൊടുക്കുന്ന പരമഗുരുവായ ശ്രീ ദക്ഷിണാമൂർത്തിക്ക് അനേക നമസ്കാരം. പൂരംഭാം ശനലോ അനിലോ അംബരം അഹർനാഥോ ഹിമാംശു പുമാൻ ഇത്യാഭാതി ചരാചരാത്മകമിദം തസ്യൈവ മൂർത്തിഷ്ടകം നാന്യത് കിഞ്ചന വിദ്യതേ വിമൃശതാം യസ്മാത് പരസ്മാത് വിഭോ തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയേ. ആത്മചൈതന്യത്തിൻ്റെ 8 ഭാവങ്ങളായ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, സൂര്യൻ, ചന്ദ്രൻ, യജ്ഞകർത്താവായ മനുഷ്യൻ എന്നിവയിൽ കൂടി സ്ഥാവര ജംഗമ പ്രപഞ്ചത്തെ പ്രകടമാക്കുന്നുവെങ്കിലും ജ്ഞാനോദയം വന്ന മനസ്സിന് ഇത് പരമാത്മാവല്ലാതെ മറ്റൊന്നുമല്ല എന്ന അറിവ് കൊടുക്കുന്ന പരമഗുരുവായ ശ്രീ ദക്ഷിണാമൂർത്തിക്ക് അനേക നമസ്കാരങ്ങൾ. സർവാത്മത്വമിതി സ്ഫുടീകൃതമിദം യസ്മാദമുഷ്മിം സ്തവേ തേനാസ്യ ശ്രവണാത് തഥാർത്ഥമനനാത് ധ്യാനാഞ്ച സങ്കീർത്തനാത് സർവാത്മത്വ മഹാവിഭൂതി സഹിതം സ്വാദീശ്വരത്വം സ്വതഃ സിദ്ധേ തത് പുനരഷ്ടഥ പരിണതം ചൈശ്വര്യം അവ്യാഹതം. ആത്മാവിൻ്റെ സർവവ്യാപകത്തെ വിശദീകരിക്കുന്നതിനാൽ ഈ പദ്യം കേൾക്കുകയും മനനം ചെയ്യുകയും അർത്ഥം മനസ്സിലാക്കി ധ്യാനം ചെയ്യുകയും ഉണ്ടായാൽ ആ ദിവ്യ സ്വരൂപത്തെ മനസ്സിലാക്കുവാനും അതിൻ്റെ ദിവ്യശക്തികളെ അറിയുവാനും മഹത്വം അനുഭവിക്കാനും കഴിയുന്നു. വടവിടപി സമീപേ ഭൂമിഭാഗേ നിഷണ്ണം സകല മുനിജനാനാം ജ്ഞാനദാതാരമാരാത്ത് ത്രിഭുവന ഗുരുമീശാം ദക്ഷിണാമൂർത്തിദേവം ജനന മരണദുഃഖഛേദദക്ഷം നമാമി. ആൽവൃക്ഷച്ചുവട്ടിൽ തൻ്റെ ചുറ്റും സന്നിഹിതരായിരിക്കുന്ന മഹർഷിമാർക്ക് ജ്ഞാനം പകർന്നു കൊടുക്കുന്ന 3 ലോകങ്ങളുടെയും പരമഗുരുവായ ജനന മരണ ദുഃഖത്തെ ഹനിക്കുന്നവനായ ഈശ്വരനായ ശ്രീ ദക്ഷിണാമൂർത്തിയെ ഞാൻ നമിക്കുന്നു. ചിത്രം വടതരോർമൂലേ വൃദ്ധാ ശിഷ്യ ഗുരുർയുവ ഗുരോസ്തു മൗനം വ്യാഖ്യാനം ശിഷ്യാസ്തു ഛിന്ന സംശയ. ആശ്ചര്യം തന്നെ, ശിഷ്യഗണങ്ങൾ വൃദ്ധരും ഗുരുയുവാവും മൗനത്തിൽ കൂടി എല്ലാവരുടെയും സംശയവും മാറ്റുന്നു. ഓം നമ പ്രണവാർത്ഥായ ശുദ്ധജ്ഞാനൈകമൂർത്തയേ നിർമ്മലായ പ്രശാന്തായ ദക്ഷിണാമൂർത്തയേ നമഃ. ഓം എന്ന മന്ത്രത്തിലൂടെ പ്രാപ്യവും ജ്ഞാനമൂർത്തിയും ശുദ്ധവും പ്രശാന്തവുമായ ദക്ഷിണാമൂർത്തിക്ക് നമസ്കാരം. നിധയേ സർവവിദ്യാനാം ഭിഷജേ ഭവരോഗിണാം ഗുരവേ സർവലോകാനാം ദക്ഷിണാമൂർത്തയേ നമഃ. സർവവിദ്യകളുടെയും ഇരിപ്പിടവും സംസാര രോഗത്തെ മാറ്റുന്ന ദിവ്യ ഔഷധവും പരമഗുരുവുമായ ദക്ഷിണാമൂർത്തിക്ക് അനേക നമസ്കാരങ്ങൾ. മൗനവ്യാഖ്യാ പ്രകടിത പരബ്രഹ്മതത്വാം യുവാനാം വസിഷ്ഠാന്തേ വസദൃഷിഗണൗരാവൃതം ബ്രഹ്മനിഷ്ഠൈ ആചാര്യേന്ദ്രം കരകലിതജിന്മുദ്രമാനന്ദരൂപം സ്വാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിമീഠേ.
യുവഗുരുവും പൂർണ്ണ ആത്മനിയന്ത്രണം ശീലമാക്കിയ ശിഷ്യ സമൂഹത്താലും പരബ്രഹ്മ വിദ്യ തൽപരരായവരും ആയ മഹർഷിമാരാൽ ചുറ്റപ്പെട്ടവരും ഗുരുക്കന്മാരുടെ ഗുരുവും മൗനത്തിൽ കൂടെ വിദ്യ അഭ്യസിപ്പിക്കുന്നവനും ബ്രഹ്മാനന്ദരസം അനുഭവിക്കുന്നവനും പരബ്രഹ്മത്തിൽ ലയിച്ചവനും സദാമൗനിയും ആയ ശ്രീ ദക്ഷിണാമൂർത്തിയെ ഞാൻ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഓ